ഹായ് ഓൾ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങളുടെ വിഷുവിൻ്റെ വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വിഷുവിൻ്റെ മുന്നേ ദിവസം തന്നെ ഞങ്ങൾക്ക് വേണ്ട പൊന്നുകുട്ടിക്ക് ഇഷ്ടപ്പെട്ട പടക്കങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയതാണ്. അതിൽ ഡാഡിക്ക് ഇഷ്ടപ്പെട്ട പടക്കങ്ങൾ ഡാഡി സെലക്ട് ചെയ്ത് അവൾക്ക് എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത കുറേ അവളും പെറുക്കി വെച്ച്. പുള്ളിക്കാരിക്ക് കൂടുതൽ ഇഷ്ടം പൂക്കുറ്റി അതുപോലത്തെ സാധനങ്ങളൊക്കെ കാണാനാണ്. പടക്കം പൊട്ടുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല, പേടിയില്ല, എന്നാൽ കൂടെ വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് കൂടുതലും പൂക്കുറ്റിയാണ് എടുത്തത്. പിന്നെ ഞാനും സോനയും ഡാഡിയും പൊന്നുകുട്ടിയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ 2 വണ്ടിയിലാണ് പോയത്. അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ കുറേ പേർക്ക് എടുത്തു. പിന്നെ 2 പേർക്ക് ഇഷ്ടപ്പെട്ട് കോമൺ ആയിട്ട് എടുത്ത സാധനമാണ് ഈ പീക്കോക്ക്. അതെല്ലാ വർഷവും മേടിക്കും കേട്ടോ. അത് അത്യാവശ്യം നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്ത് പൊട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കുറച്ച് നേരം ഉണ്ടാവും. പിന്നെ പൂക്കുറ്റിയും കമ്പിത്തിരി അതുപോലെ പാളിപ്പടക്കം പിന്നെ സ്കൈ ഷോട്ട് അങ്ങനെ എല്ലാം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരുമാതിരി. ഏറ്റവും വലിയ കമ്പിത്തിരിയും പൊക്കലാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ വേണ്ട സാധനങ്ങൾക്ക്, പിന്നെ അവളുടെ ഫേവററ്റ് സാധനം കേട്ടോ ആ തോക്ക്, അത് മേടിച്ചുകൊണ്ട് പോകുന്നത്. എല്ലാവരും വെടിവെക്കും എന്ന് പറയും. അങ്ങനെ വാങ്ങിയിട്ട് വന്നു. പക്ഷേ അതിനകത്ത് തൊടപ്പടക്കം ഇട്ട് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്ക് എന്തോ ഒരു പേടിയായി. പിന്നെ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ നിന്നിട്ട് എത്ര സോഡ നാരങ്ങ കുടിച്ചെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. കാണുന്ന ബേക്കറിലെല്ലാം കയറി സോഡ നാരങ്ങ കുടിച്ചത്. ഈ ചൂട് നമുക്ക് വേറെ ഒന്നും അഡ്ജസ്റ്റ് ആയി പോകത്തില്ലെന്നു. ഷേക്കൊക്കെയാണ് കുടിച്ചപ്പോൾ അതിൻ്റെ മധുരമായിട്ട് നമുക്ക് അങ്ങോട്ട് സെറ്റാകത്തില്ല. ആ ഉപ്പിൽ സോഡ ഇട്ട് കുടിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകത. അങ്ങനെ വീട്ടിൽ 2-3 പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള സെറ്റപ്പായിരുന്നു. അങ്ങനെ പെൺകുട്ടിയുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമായിരുന്നു. അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണേ. അങ്ങനെ പെട്രോൾ അടിച്ചു, വീടെത്തി. അമ്മ അച്ഛനും അതൊക്കെ ഇരിപ്പുണ്ട്. ഞങ്ങൾ പിന്നെ അവിടെ പടക്കം പൊട്ടിക്കാൻ തുടങ്ങി. കുറേ പൊട്ടിച്ച് രസനം മടുത്തിട്ട് ഞങ്ങൾ നിർത്തി. വീണ്ടും തിരിച്ചും ചെത്തി കൊണ്ട് പൊട്ടിക്കാമെന്നും പറഞ്ഞ് മാറ്റി വെച്ചു കുറേയൊക്കെ. ആദ്യം തന്നെ പൊട്ടിച്ചത് പീക്കോക്കാണ്. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല രീതിക്കത് ആ ഒരേ എന്തേ തന്നെ നിൽപ്പുണ്ടായിരുന്നു കുറേ നേരം. കാണാനും മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ കുറ്റിയും അത് ഇതും അങ്ങനെ കുറേയൊക്കെ കത്തിച്ചു. പൊന്നുകുട്ടി ഇതെല്ലാം കണ്ട് ചാടിത്തുള്ളുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ചു. അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി കിടന്നു. ഞാനും അമ്മയും കൊച്ചും കൂടെ ആയിരുന്നു പിന്നെ ബാക്കി കത്തിക്കാൻ തുടങ്ങിയത്. തീ കൊടുത്തിട്ട് ഓടുന്നുമുണ്ട് പേടിച്ചിട്ട്. അതെന്തായാലും ഒരു വിഷു അടിപൊളിയായിരുന്നു. പിന്നെ ഇവരെല്ലാവരും ഉറങ്ങിയിട്ട് വേണം എനിക്ക് കണിയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ. കാര്യം പൊന്നുകുട്ടി ഉള്ളതുകൊണ്ട് തന്നെ അവിടെ വന്നിരുന്ന് എല്ലാം വലിച്ചിളക്കും. അതുകൊണ്ട് കുറേ നേരമൊക്കെ പടക്കമൊക്കെ പൊട്ടിച്ച് പിന്നെ വല്ലപ്പോഴും നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ അത് വേറെ തന്നെയാണ്. ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ വീട്ടിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ച് ഇവരെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പൊന്നുകുട്ടി അവിടെ ഇവിടെ വന്ന് മൊത്തം അതൊക്കെ വലിച്ചിളക്കും. സോ ഇവരുറങ്ങി എല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കതൊക്കെ ഒന്ന് റെഡിയാക്കാൻ. അങ്ങനെ അന്ന് അവിടെ വെച്ച് വാങ്ങിച്ചാൽ ഏറ്റവും വലിയ കമ്പിത്തിരി പൊട്ടിച്ച്. അതിനകത്ത് കമ്പിത്തിരിയും മത്താപ്പും കൂടെ ഓൾറെഡി മിക്സ്ഡ് ആയിരുന്നേ. പൊന്നുകുട്ടിക്ക് കൈ പിടിച്ച് പൊട്ടിക്കാൻ ഇത്രയോട് സേഫാണല്ലോ എന്ന് കരുതിയാണ് അത്ര വലുത് വാങ്ങിയത്. അങ്ങനെ ഞങ്ങൾ പൊട്ടിക്കുകയും കത്തിക്കുകയൊക്കെ ചെയ്തു. മത്താപ്പിന്റെ അതെല്ലാം കൂടി ഇപ്പൊ ഇവിടെ ഇടാൻ ഞങ്ങളെ കത്തിച്ച രാത്രി ഇരുന്നെല്ലാം സെറ്റ് ചെയ്ത് കിടന്നപ്പോൾ ഒരു 1 മണിയായിട്ടുണ്ടാവും. എല്ലാ വർഷവും അങ്ങനെയാണ്, എല്ലാവരും ഉറങ്ങും, ഞാൻ റെഡിയാക്കി വെച്ചിട്ടാണ് കിടക്കാറ്. അതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കിടന്ന് പിന്നെ അമ്മ രാവിലെ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ചിട്ട് എന്നെ ആദ്യം വിളിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവർ 2 പേരും വിളിച്ചുണർത്തി കണി കാണിച്ചു. പിന്നെ എല്ലാവർക്കും കൈനീട്ടമൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം വിഷുവിൻ്റെ അന്ന് ഈവനിങ് ആണ് തിരിച്ച് ഇങ്ങോട്ട് പോകുന്നത്. എന്തായാലും എല്ലാവർക്കും ഒരു നല്ല വർഷം ആശംസിക്കുന്നു.